ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. കാരണം ഈ കാര്യം എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരു സീൻ എടുക്കുക. രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചിലപ്പോൾ ദോശയായിരുന്നു, അല്ലെ ഇഡലി ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് ഈ ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കത് വേണ്ട. അവർക്ക് വേണ്ടത് ആ സമയത്ത് ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് അല്ല അന്ന് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടത് കഴിക്കേണ്ടത് ഇഡലിയാണ്. അപ്പൊ നിങ്ങൾ പറയും, മുമ്പുള്ള സാധനം കഴിച്ചിട്ട് എണീറ്റ് പോകും, ഇതല്ലാണ്ട് വേറെ ഇല്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പറയും. അത് പറയുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മൾ ലോജിക്ക് വയസ്സാണ് ചിന്തിക്കുന്നത്. എന്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം, കഴിച്ചാൽ എന്താ, ഇത് കഴിക്കണം, ഇതാണ് ഇന്നത്തെ ഭക്ഷണം ഇവിടെ എന്ന് നമ്മൾ പറയും. ആ സമയത്ത് ചിലപ്പോൾ കുട്ടികളാണെങ്കിലോ ഇത് എനിക്ക് വേണ്ട, ഞാനിത് കഴിക്കില്ല, എനിക്ക് ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക, അത് തന്നെ വേണമെന്നും പറഞ്ഞ് അവർ വാശി പിടിക്കും. അന്നത്തെ ദിവസം പോയോ? അന്നത്തെ രാവിലെ എന്തായാലും പോയി കിട്ടും. കാരണം ഈ ഒരൊറ്റ റീസൺ ഉണ്ടായാൽ മാത്രം മതി. പിള്ളേർ അവിടെ കിടന്ന് നല്ല ബഹളം വയ്ക്കും, അടിപിടി കൂടും. ഒരു സാധനം നമുക്ക് കഴിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോയി കഴിയുമ്പോൾ എനിക്ക് അതെല്ലാം വേണം ഇതെല്ലാം വേണം തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇമോഷനാണ്. സ്വാഭാവികമായിട്ട് നമുക്കും തോന്നും, ചെറിയ കുട്ടികൾക്കും തോന്നും. ആ തോന്നൽ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ വലിയവർക്ക് എന്താണ് ലോജിക്കായിട്ട് ചിന്തിക്കുക, എൻ്റെ കയ്യിൽ ചിലപ്പം ഇന്നത്തെ ബജറ്റിൽ ഇത്രയും സാധനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഷോപ്പിങ്ങിന് പോകുമ്പോൾ, അതുകൊണ്ട് എനിക്ക് ഇന്ന സാധനം മാത്രം മതി എന്നും വിചാരിച്ച് നമ്മൾ ലോജിക്കലി ചിന്തിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവരുടെ ലോജിക്കൽ ബ്രെയിൻ, അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അവർ ഡെവലപ്പിംഗ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ അവർക്ക് ലോജിക്ക് വൈസ് ചിന്തിച്ച് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു കാര്യത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള രീതിയിലേക്ക് അവർ എത്തുന്നത്. ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ലോജിക്കൽ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ചില ആൾക്കാരുണ്ട്, പലപ്പോഴും ഞാൻ കാണുന്നത് പാരന്റ്സ് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് ഇന്ന ഭക്ഷണം വേണ്ട, ഇന്ന ഭക്ഷണം മതി എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ സൊമാലിയയിൽ ഭക്ഷണമില്ല, ഇസ്രായേലിൽ വാർ നടക്കുന്നുണ്ട്, അവർക്ക് കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഒരുപാട് പേര് താണ്ടെ ഭക്ഷണം ഇല്ലാണ്ട് നടക്കുന്നു. ഇനി അതൊന്നും അല്ലെങ്കിൽ ടോയ്സിന്റെ കാര്യമാണ്, ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് താണ്ടെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ശരി, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേറെ സമയമുണ്ട്. ഇവര് അവിടെ, കാരണം ആ സമയത്ത് കുട്ടികൾക്ക് ലോജിക്ക് വർക്കാവാത്ത കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു ടോക്കിനെ നമ്മൾ വേറെ ഏതെങ്കിലും സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് അപ്പൊ സംസാരിക്കാൻ നോക്കുക. ലോജിക്കലി അവർക്ക് ചിന്തിച്ച് ഒരു സൊല്യൂഷൻ എത്താനും പറ്റില്ല. അറ്റ് ദ സെയിം ടൈമിൽ അവർക്ക് ഈ തലച്ചോറിലെ അമിഗ്ഡല എന്ന് പറഞ്ഞ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ഭാഗം ആക്ടിവേറ്റ് ആകും. അവർക്കൊരു സാധനം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആ ഭാഗം ആക്ടിവേറ്റ് ആവുകയും അത് പിന്നെ നമ്മുടെ ഒരു റിയാക്ഷൻ, അത് കിട്ടില്ല, നിനക്ക് തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇന്ന സാധനം നീ കഴിച്ചിട്ട് ഇവിടുന്ന് എണീറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴേക്കും അത് കൂടുതൽ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡിലേക്ക് പോകും. പിന്നെ വാശി, കരച്ചില് അവിടെ നടക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ മെൽഡൗൺസിലേക്ക് അങ്ങ് പോകും. മെൽഡൗൺസിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു കാര്യമുള്ളത്, മെൽഡൗൺസിൽ പോകുന്ന കുട്ടികൾക്ക് പിന്നീട് എന്ത് നടക്കുന്നു എന്നതിനെപ്പറ്റി അവർക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സഹായം ഇല്ലാതെ കുട്ടിക്ക് ഒരിക്കലും മെൽഡൗൺ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സഹായം ഇല്ലാതെ കുട്ടിക്ക് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഓൾറെഡി ഈ ഭക്ഷണം എനിക്കിത് വേണ്ട എന്ന് പറയുന്നിടത്ത് വെച്ച് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നീട് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. രാവിലെ എണീറ്റ് എനിക്ക് ദോശ വേണ്ട, എനിക്ക് ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു കൊച്ചിൻ്റെ അടുത്ത് വാദിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടായിരിക്കും. ഒന്നെങ്കിൽ ലാസ്റ്റ് ഈ കുട്ടി ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകും, അല്ലെങ്കിൽ നമ്മൾ കരയിപ്പിച്ച് അടക്കിയിരുത്തി അവിടെ ഇരുന്ന് അവരെ കൊണ്ട് അത് കഴിപ്പിച്ചിട്ട് എണീപ്പിച്ചു വിടും. ഈ രണ്ട് കാര്യത്തിലും എത്താതെ, അതായത് വാശി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്കിത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ വേറെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു ടൈം എടുക്കുന്നത്, അതായത് കുട്ടി വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു 10, 15, 20 മിനിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഒരു നമുക്കും ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സഫറിങ് എന്ന് പറഞ്ഞൊരു അവസ്ഥ അവർക്കും ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒഴിവാക്കേണ്ടതും ഈ കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? ഈ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവര് നിങ്ങളോട് പറയാണ് എനിക്ക് വേണ്ടത് ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പം നമ്മളത് തിരിച്ച് ചോദിക്കുക, നിനക്ക് ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് ആണോ കഴിക്കാൻ തോന്നുന്നത്? ഓക്കെ, എന്നിട്ടോ എന്ന് ചോദിക്കുക. പിന്നെ എന്താണ്, പിന്നെ വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത് 2 ബ്രെഡാണോ 1 ബ്രെഡാണോ നിനക്ക് കഴിക്കാൻ തോന്നുന്നത്? കുറേ ചോക്ലേറ്റ് വേണോ അതിൻ്റെ ഉള്ളിൽ? എനിക്ക് ചോക്ലേറ്റ് ഇടുന്ന കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ റീഡയറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന അതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്.
പല കുട്ടികളും ഇതിൽ വീഴും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വാലിഡേഷൻ ആണ്. അവർക്ക് ഈ ഫീലിംഗ് ആണ്, ഈ ഫീലിംഗ് ഞാൻ കാണുന്നുണ്ട് എന്ന് അവർക്ക്, അതായത് എൻ്റെ അമ്മയ്ക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ അച്ഛന് ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടുതലായിട്ടുള്ള സംസാരിക്കാൻ തുടങ്ങും. എനിക്ക് വേണ്ടത് 2 ബ്രെഡാണ്, അല്ലെങ്കിൽ കുറേ ചോക്ലേറ്റ് വേണം, അതിലേക്ക് ഇത്ര സ്പ്രെഡ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ പറയും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിനക്ക് രാവിലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് മാത്രം കഴിക്കാനല്ലേ ഇഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരിക്കും. നിനക്ക് ഇഷ്ടമുള്ള സാധനം രാവിലെ എണീറ്റ് വരുന്നു, ഇഷ്ടമുള്ള ചോക്ലേറ്റ് കുറേ കഴിക്കുന്നു, അങ്ങനെയൊക്കെ കഴിക്കുന്നത് എന്ത് രസമല്ലേ. ഒരു ഡേ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യണം ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ നിനക്ക് അങ്ങനെ ഉണ്ടാക്കണ്ടേ, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചോക്ലേറ്റും ബ്രെഡ് ടോസ്റ്റും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കണം, നമുക്ക് എന്നാ അത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ വേണമെന്ന് പറയും. അപ്പം ഇപ്പം പറയും അയ്യോ ഇന്ന് നമ്മൾ ദോശയല്ലേ ഉണ്ടാക്കിയത്, നോക്കി ഇത്രയും ദോശ ഉണ്ടാക്കി വെച്ച് പോയി മമ്മി, നീ ഇന്ന് ഇത് കഴിക്കുക. നമുക്ക് പക്ഷെ പ്ലാൻ ചെയ്യണം, നീ എന്നോട് പറയണം എപ്പോഴാണ് നിനക്ക് വേണ്ടതെന്ന്. രാത്രി കിടക്കുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം നീ നേരത്തെ എണീറ്റ് വന്ന് നമുക്ക് 2 പേർക്കും കൂടെ ഉണ്ടാക്കണം എന്നും പറഞ്ഞൊരു പ്ലാൻ ഇടുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യണം. നമ്മൾ അവർക്കത് കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഓക്കെ നിനക്ക് ഇതാണ് ഫീൽ ചെയ്യുന്നത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തലച്ചോറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓക്സിറ്റോസിൻ, അതായത് ഹാപ്പി ഹോർമോൺസിന്റെ അളവ് കൂടും. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ വാശി എന്ന് പറയുന്ന സംഭവം അതങ്ങ് കാമായിട്ട് അവർ നോർമൽ ആകും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി വില്ലിങ് ആകും. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും മറ്റേത് സിറ്റുവേഷനിൽ, ഇത് ഏത് സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ന് എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് കുട്ടീനോട് നിനക്ക് പിന്നെ എവിടെ പോകാനും താല്പര്യമില്ല എന്ന് ചോദിക്കുക. അതിൻ്റെ കുറേ ലിസ്റ്റുകൾ ഉണ്ടാവും, അതൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കുക. എന്നിട്ട് ഇന്ന് നമുക്ക് ഇവിടെയാണ് പോകേണ്ടത്, അവിടെ പോകാൻ വേണ്ടി നമുക്ക് വേറൊരു പ്ലാൻ ചെയ്യണം എന്ന് പറയാം. കുറേ ടോയ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടണമെന്ന് വിചാരിച്ച് വാശി പിടിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പറയാം, ആ ടോയ് വേണമല്ലേ, ഈ ടോയ് വേണമല്ലേ, ഇത് നോക്കിക്ക്, വേറെ ഒരെണ്ണം മമ്മി ഇവിടെ കണ്ടു, ഇത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്ക്, ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ ഒരു ദിവസം വരുവാണ്, എന്ത് രസമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ എന്നിട്ട് ആ ഒരു ഇമാജിനറി വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരെ എന്നിട്ട് ബ്യൂട്ടിഫുൾ ആക്കി അവിടത്തിലേക്ക് കൂടെ കുറച്ച് നടത്തിച്ചിട്ട് പിന്നെ തിരിച്ച് നമ്മൾ മെല്ലെ അവരെ എടുത്ത് ഒന്ന് ഹഗ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. ഉറപ്പായിട്ടും ഇത് വർക്കാകും. നമ്മുടെ ഈ വാശിയും ദേഷ്യവും എല്ലാം കൂടെ കാണിച്ച് അവരെ ഒരുമാതിരി മെരുക്കി വളർത്താം എന്ന് വരുമ്പോൾ കുട്ടികളെ വളർത്തുന്ന പോലെ വളർത്താം എന്നൊന്നും പറഞ്ഞ് നടക്കില്ല. അവർക്ക് ഇമോഷൻസ് ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ടോഡ്ലേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് അവർ വിചാരിക്കുന്നതിനേക്കാൾ അവരുടെ കയ്യിൽ നിൽക്കുന്നത് പോലും അല്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ അവരുടെ രീതിയിലേക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായിട്ട് ജീവിക്കാൻ നമ്മളും തയ്യാറായി കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രശ്നങ്ങളും തീരും, നമ്മുടെ പ്രശ്നങ്ങളും തീരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഡിസ്കസ് ചെയ്യുകയും കൂടെ ചെയ്യുക. കാരണം നമ്മുടെ അറിവുകൾ, ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യുകയും അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. പറഞ്ഞ അതുപോലെ തന്നെ നമുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാം, പല രീതിയിൽ നമുക്ക് മാറ്റി ചെയ്യാം. ഓരോ കുട്ടിയുടെ ആവശ്യങ്ങളും ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു.